നമ്മുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യങ്ങളിലൊന്നാണ് ഈ ക്ഷമ എന്ന് പറയുന്നൊരു കാര്യം. പണ്ട് കേട്ട ഒരു തത്വചിന്ത ഇങ്ങനെയാണ്: നിങ്ങൾക്കുണ്ടാകുന്ന മുറിപ്പാടുകൾ നിങ്ങൾ മണലിൽ എഴുതണം. മണലിൽ അത് കാറ്റുകൊണ്ടും തിരകൾ കൊണ്ടും പതുക്കെ മാഞ്ഞു പോകും. നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ, വിജയത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ പാറപ്പുറത്ത് എഴുതണം. കുടുംബജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കുണ്ടാകുന്ന മുറിപ്പാടുകളും വേദനകളും ഒറ്റപ്പെടുകളും എല്ലാം നമ്മൾ പാറപ്പുറത്ത് എഴുതുകയും സന്തോഷത്തിന് അനുഭവം നമ്മൾ മണൽപ്പുറത്ത് എഴുതുകയും ചെയ്യുന്നു. നമ്മളെ മുറിപ്പെടുത്തിയ ഒരനുഭവത്തിൻ്റെ മേലെ നമുക്കുണ്ടായ സന്തോഷത്തിൻ്റെ നല്ല ഓർമ്മകൾ കൊണ്ട് ഇതിനെ വെച്ച് കെട്ടണം. അങ്ങനെ വെച്ച് കെട്ടുകയാണ് എന്ത് പിന്നീട് നമുക്കുണ്ടായ ഒരു തിക്താനുഭവം നമ്മൾ പിന്നെ പുറത്തേക്ക് വരികയില്ല. അതിന് മുകളിൽ സന്തോഷത്തിൻ്റെതായിട്ട് ഒരുപാട് അനുഭവം. കൊളോസോസിലെ സഭയ്ക്ക് എഴുതപ്പെട്ട ലേഖനം 3-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ: ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ചും സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നല്ലൊരു ആഴ്ചയും സന്തോഷപ്രദമായ ഒരു കുടുംബജീവിതവും ദൈവനാമത്തിൽ ആശംസിക്കുകയാണ്. ഇന്നേ ദിവസം നമ്മൾ ദൈവവചനത്തിന് വെളിച്ചത്തിൽ കുടുംബജീവിതത്തിലുള്ള ക്ഷമയെക്കുറിച്ച് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു കുടുംബം ഫാമിലി കൗൺസിലിംഗ് വന്നു. അവരോട് സംസാരിക്കുകയായിരുന്നു. ചെറിയൊരു പ്രശ്നവുമായിട്ടാണ് അവർ വന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നിടയിൽ വന്ന ആ ഭാര്യ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഇവർ ക്ഷമിച്ചതിൻ്റെ ഒരു കണക്ക് പറയാൻ വേണ്ടി തുടങ്ങി. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 13 വർഷമായിരുന്നു. സംസാരിക്കുന്നിടയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ സ്ത്രീ പറഞ്ഞു, അച്ഛാ ഞാൻ കുറേ പ്രാവശ്യം ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് ക്ഷമയുടേതായിട്ടുള്ള കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്നലെ വരെ സംഭവിച്ച കുറേ ക്ഷമയുടെ കണക്കുകൾ പതുക്കെ പതുക്കെ നിരത്താൻ തുടങ്ങി, സംഭവങ്ങൾ നിരത്താൻ തുടങ്ങി. സ്നേഹം പറഞ്ഞവരെ, ആ സംഭവം കേട്ടതിൽ പിന്നെ എൻ്റെ മനസ്സിൽ വിചാരിച്ച ഒരു വിഷയമായിരുന്നു കുടുംബജീവിതത്തിലെ ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം. കുടുംബജീവിതത്തിൽ ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം കുടുംബജീവിതം നയിക്കുന്ന ആരോട് ചോദിച്ചാലും, ഭാര്യയോടും ഭർത്താവോടും ചോദിച്ചാലും അവർ പറയും, ഞങ്ങൾ ക്ഷമിച്ചും മറന്നും പൊറുത്തുമൊക്കെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈശോ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്: ക്ഷമ എന്ന് പറയുന്നത് ഒരു വാക്കു മാത്രമല്ല, അതൊരു പ്രവൃത്തി മാത്രമല്ല. ക്ഷമയുടെ പുറകിൽ കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. നിങ്ങളോ ഒരാൾ നിങ്ങളെ മുറിപ്പെടുത്തി എന്ന് വിചാരിച്ചോ, കുറേ കാര്യങ്ങളിലോ നമുക്ക് മുറിപ്പെടുത്താൻ വേണ്ടി പറ്റും. ഒന്ന് വാക്കുകളിലെ മുറിപ്പെടുത്താൻ വേണ്ടി പറ്റും. 2 പ്രവൃത്തിയിലൂടെ നമ്മളെ മുറിപ്പെടുത്താൻ പറ്റും. 3 നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് ഇഗ്നോർ ചെയ്തുകൊണ്ട് മുറിപ്പെടുത്താൻ പറ്റും. 4-മതായിട്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് അദ്ദേഹത്തിന് മുറിപ്പെടുത്താൻ പറ്റും. 5-മതായിട്ട് നമ്മളെ ആംഗ്യം കൊണ്ട് മുറിപ്പെടുത്താൻ വേണ്ടി പറ്റും. നമ്മൾ ഒരാളോട് ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഈ രീതിയിലെല്ലാം നമ്മൾ ക്ഷമ കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ തെറ്റ് ചെയ്തു ഉടനെ തന്നെ നമ്മൾ പറയും, ഞാനങ്ങ് മറക്കാം, ഞാനത് മറന്നു, അല്ലെ പോട്ടെ എന്ന് പറയും. ശരിക്കും നമ്മൾ മറക്ക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ മറക്കുന്നത് എങ്ങനെയാണ്? മറക്കണമെങ്കിൽ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കണം. ഇപ്പോൾ ഒരു മുറിപ്പെടുത്തിയൊരു സംഭവം നമ്മൾ ഓർത്തു, വീണ്ടും നമ്മൾ മറക്കാൻ തുടങ്ങി, വീണ്ടും ഓർത്തു, അങ്ങനെ വലിയ മുറിപ്പെടുത്തലിൻ്റെ ഓർമ്മ നമ്മളിലേക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ചാർലി ചാപ്ലിൻ പറഞ്ഞ മനോഹരമായൊരു വാക്കുണ്ട്: ഞാനൊരു സദസ്സിൽ ഒരു കോമഡി പറഞ്ഞു, ആളുകളെല്ലാം ചിരിച്ചു. വീണ്ടും കോമഡി പറഞ്ഞു, ആളുകൾ കുറച്ച് പേര് ചിരി കുറച്ചു. ഒരു 10 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അധികം പേര് ചിരിച്ചൊന്നുമില്ല. അതുപോലെ ഒരു ചിരി നമ്മൾ കുറേ പ്രാവശ്യം ഇഷ്ടപ്പെടുന്നില്ല, പറഞ്ഞു കഴിയുമ്പോൾ അത് നമുക്ക് രസമുണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങൾക്കുണ്ടായ ഒരു മുറിവ് അല്ലെ ഒരു ഓർമ്മ അല്ലെ ഒരു പരാജയം നിങ്ങൾ എന്തിനെങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്? സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഒരു കാര്യം മറക്കാൻ പോവുകയാണ് നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ ഓർക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾക്കുണ്ടാകുന്ന കാര്യം നമ്മൾ മറക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യാണ്? സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ ആ സംഭവത്തിന് മേലെ വെക്കണം. നമ്മുടെ ജീവിത പങ്കാളി നമ്മളെ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തി എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തി എന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ എന്താണ്? ക്ഷമ ചോദിക്കണം. ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ പറഞ്ഞു, അച്ഛാ ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തോട് ക്ഷമ പറയും.
അപ്പോൾ തന്നെ അദ്ദേഹം ഒരു 50% എന്നോട് ക്ഷമിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? വൈകുന്നേരങ്ങളിൽ നല്ലൊരു ഭക്ഷണം കൂടി ഉണ്ടാക്കി കൊടുക്കും. ക്ഷമ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ വാക്കുകളിൽ ഒതുങ്ങിപ്പോകുന്നു, പ്രവൃത്തികൾ അതുണ്ടാകുന്നില്ല. ഒന്നാമതായിട്ട് നമ്മൾ വാക്കുകൾ കൊണ്ട് ക്ഷമ ചോദിക്കുകയും പറയുകയും ചെയ്യണം. കഴിഞ്ഞ ദിവസം കണ്ട ഒരു കുടുംബത്തിലെ ഒരു ഭാര്യ പറഞ്ഞൊരു കാര്യമാണ്, ഇതുവരെ എൻ്റെ ഭർത്താവ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞിട്ടില്ല. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ക്ഷമ ചോദിക്കണം. നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കണം. വാക്കുകൾ കൊണ്ട് നമ്മൾ ക്ഷമ ചോദിക്കണം. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വന്നതിൻ്റെ ഏറ്റവും വലിയ നന്മകളിലൊന്നായിട്ട് നോക്കിക്കാണുക. അവർ പറയും ഐ ആം സോറി, എനിക്ക് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം എന്ന് പറയാൻ ഇവരെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പഠിപ്പിക്കും. കുടുംബജീവിതത്തിൽ നമ്മൾ ക്ഷമ പറയണം. രണ്ടാമതായിട്ട് നമ്മൾ വാക്കുകൾ കൊണ്ട് മാത്രം ക്ഷമ പറഞ്ഞാൽ പോരാ, പ്രവർത്തികൾ കൊണ്ടും കൂടി ക്ഷമ പറയണം. പ്രവർത്തികൾ കൊണ്ടുകൂടി ക്ഷമ പറയണം. ആ കുടുംബജീവിതത്തിൽ ആ സ്ത്രീ പറഞ്ഞതുപോലെ, എനിക്കൊരു ഭാഗത്തുനിന്ന് തെറ്റുപറ്റി ഞാൻ അദ്ദേഹം നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ക്ഷമയുടേതായിട്ടൊരു പ്രവൃത്തി നമ്മൾ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതാണ് ക്ഷമയുടെ രണ്ടാമത്തെ കാര്യം. ക്ഷമയുടെ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യും. ഈശോ സ്ത്രീയോട് പറഞ്ഞു, ആരും നിന്നെ വിധിച്ചില്ലേ? രണ്ടാമത് ഈശോ പറയാൻ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ പൊയ്ക്കോളുക. ക്ഷമയുടെ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യണം. മൂന്നാമതായിട്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ വാക്കുകൾ കൊണ്ട് ക്ഷമിച്ചു, പ്രവൃത്തികൾ കൊണ്ട് ക്ഷമിച്ചു. മൂന്നാമതായിട്ട് നമ്മൾ ഓർമ്മ കൊണ്ട് ക്ഷമിക്കണം. പലപ്പോഴും നമ്മൾ ഞാനത് മറക്കാമെന്ന് പറഞ്ഞ് വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് സംഭവിച്ച ഒരു മുറിപ്പാടിൻ്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ മുറിപ്പാട് നമ്മളിങ്ങനെ ഓർത്തോർത്തോർത്ത് ഈ മുറിവ് കൂട്ടുകയാണ്. മറിച്ച് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ മുറിപ്പാടിൻ്റെ ഓർമ്മയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പണ്ട് സംഭവിച്ച, കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച നല്ല ഒരു സന്തോഷത്തിൻ്റെ ഓർമ്മ നിങ്ങൾ കൊണ്ടുവന്ന് വെക്കണം. നമുക്കൊരു കയ്യിലൊക്കെ ഒരു മുറിവ് പറ്റി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എന്നിരിക്കട്ടെ. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? ആ മുറിവൊന്ന് ആദ്യം ഒന്ന് കഴുകി തുടയ്ക്കും. പിന്നെ അതിൻ്റെ മേലെ വേറൊരു മരുന്ന് ഒഴിച്ച് വീണ്ടും കഴുകി തുടയ്ക്കും. പിന്നെ വേറെ മുറിവ് ഉണക്കുന്ന മരുന്ന് വെച്ച് കെട്ടും. ഇതുപോലെയായിരിക്കണം നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്കുമുണ്ടായ ഒരു മുറിപ്പാടിൻ്റെ അനുഭവത്തിൻ്റെ മുകളിൽ നമ്മുടെ ക്ഷമയുടെ വാക്കുകൾ നമ്മൾ പറയണം, ക്ഷമയുടെ പ്രവർത്തികൾ ചെയ്യണം. ഇത് മാത്രം പോരാ, ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? വേറെ മരുന്നുകൾ വെച്ച് കെട്ടണം. നമ്മളെ മുറിപ്പെടുത്തിയ ഒരനുഭവത്തിൻ്റെ മേലെ നമുക്കുണ്ടായ സന്തോഷത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ നല്ല ഓർമ്മകൾ കൊണ്ട് ഇതിനെ വെച്ച് കെട്ടണം. അങ്ങനെ വെച്ച് കെട്ടുകയാണ് എന്ത് ചെയ്യും? പിന്നീട് നമുക്കുണ്ടായ ഒരു തിക്താനുഭവം നമ്മൾ പിന്നെ പുറത്തേക്ക് വരികയില്ല. അതിന് മുകളിൽ സന്തോഷത്തിൻ്റെതായിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളോട് തെറ്റ് ചെയ്തൊരു അനുഭവം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ മുകളിൽ ഒരുപാട് പ്രാവശ്യം അവർ മാപ്പ് ചോദിച്ചുണ്ടാവാം, ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അത് മാത്രം പോരാ, അതിന് മേലെ സന്തോഷത്തിൻ്റെ അനുഭവം കൊണ്ട് നിങ്ങൾ പതുക്കെ പതുക്കെ അതിന് വെക്കണം. ഓരോ തുണി ഇങ്ങനെ ചുറ്റുന്നത് പോലെ സന്തോഷത്തിൻ്റെ അനുഭവം നിങ്ങൾ ചുറ്റിയില്ലേന്തിയും പതുക്കെ പതുക്കെ ഈ മുറിവ് ഇങ്ങനെ വരാൻ തുടങ്ങും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ കണ്ട ഒരു ഡോക്ടറെ കണ്ടു. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രസകരമായ ഒരു അനുഭവം പറ. അതിങ്ങനെയാണ്, പണ്ടുണ്ടായ ഒരു മുറിവായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു? ഈ മുറിവുണ്ടാക്കിയ സാധനം ഇങ്ങനെ കടക്കുകയായിരുന്നു. പക്ഷേ ഇതിൽ മരുന്നൊക്കെ വെച്ചതുകൊണ്ട് ഈ മുറിവ് ഉണങ്ങി, പക്ഷെ ഉള്ളിൽ ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്ഷമിച്ചു എന്ന് പറയുന്ന ചില അനുഭവങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും. അതിൽ നമ്മൾ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ക്ഷമിച്ചു എന്ന് പറഞ്ഞു, പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ ഈ മുറിവ് ഉണങ്ങാതെ കിടക്കുന്നുണ്ട്. അതെപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ മുറിപ്പെട്ട ഒരു അനുഭവത്തിൻ്റെ മേലെ സൗഖ്യത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾ കൊണ്ടുവയ്ക്കണം. നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോയത്, ഒരുമിച്ച് ഒരു സിനിമയ്ക്ക് പോയത്, ഒരുമിച്ച് പ്രാർത്ഥിച്ചത്, ഒരുമിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം സൗഖ്യത്തിൻ്റെ അനുഭവം നിങ്ങളുടെ മുറിപ്പാടിൽ നിങ്ങൾ വെച്ചില്ലെങ്കിൽ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും? അതിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങും. ചില മുറിവുകളെ നന്നായി ഉണങ്ങിയില്ലെങ്കിൽ നമ്മൾ പറയും അതിൽ നിന്ന് ചലമൊക്കെ ഒഴിച്ചു വരുന്നുണ്ടെന്നൊക്കെ പറയും, അല്ലേ? അതുപോലെ നമുക്ക് സൗഖ്യം കിട്ടാത്ത ഒരു ക്ഷമയുടെ മേഖലയിൽ നമ്മുടെ ജീവിത പങ്കാളിയോട് നിന്നുള്ള നമ്മുടെ നീരസങ്ങളൊക്കെ പതുക്കെ പതുക്കെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയൊക്കെ പതുക്കെ പതുക്കെ പുറത്തു വരാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ അത് വാക്കുകൾ കൊണ്ട് വേണം, പ്രവൃത്തികൾ കൊണ്ട് വേണം, നമ്മുടെ പഴയകാല ഓർമ്മകൾ കൊണ്ട് നമ്മൾ വേണം.
പിന്നെ നമ്മൾ സന്തോഷത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യണം. ഒരു ക്ഷമ എന്ന് പറയുന്ന ഒറ്റ നിമിഷം ഒരു വാക്കിൽ സംഭവിക്കുന്നതറിയില്ല. ഞാൻ നിന്നോട് ക്ഷമിച്ചു, ആ പോട്ടെ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ ബുദ്ധി കൊണ്ട് ഓർമ്മകൾ കൊണ്ട് നമ്മൾ പറയണം. ഒരു കുടുംബജീവിതത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭാര്യയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ക്ഷമിച്ച കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. കുറേ കാര്യങ്ങൾ, സിറ്റുവേഷൻ, ഡേറ്റ്, വർഷങ്ങളൊക്കെ പറഞ്ഞു. പലപ്പോഴും സ്ത്രീകൾ ഈ വർഷങ്ങൾ, ഡേറ്റുകൾ, വാക്കുകൾ, ഈവൻറ്റുകൾ, സംഭവിച്ച കാര്യങ്ങൾ കൃത്യമായി അവർ ഓർത്തിരിക്കും. ഓർമ്മശക്തി ഭയങ്കരമാണ് അവർ. ഞാൻ ആ ഭർത്താവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം സംഭവിച്ച വാക്കുകൾ പറഞ്ഞില്ല, പ്രവൃത്തികളൊന്നും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ചില ഇൻ്റലക്ച്വലി ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. പണ്ട് നിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവരെന്നോട് അങ്ങനെ പറഞ്ഞു. അവർക്കുണ്ടായ സ്നേഹബന്ധത്തിലുള്ള ഇടർച്ചകൾ അവർ പറയും, പതുക്കെ പതുക്കെ പറയും. അവർ കുറച്ചും കൂടി ഇൻ്റലക്ച്വലി ആയിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന മുറിപ്പാടുകൾ അവർ പറയും. ഞാൻ അന്ന് നമ്മളത് മേടിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ എന്നെ സമ്മതിച്ചില്ലല്ലോ, അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നിൻ്റെ ആങ്ങളമാരെന്നെ ചില ഇൻ്റലക്ച്വലി ആയിട്ടുള്ള മുറിപ്പാടുകൾ അവർ പെട്ടെന്ന് പറയും. അവർ സംഭവങ്ങൾ പറയില്ല, വാക്കുകൾ പറയില്ല, പക്ഷേ അവർക്കുണ്ടാകുന്ന മുറിപ്പാടുകൾ പെട്ടെന്ന് അവർ റിയാക്ട് ചെയ്യാൻ വേണ്ടി തോന്നും. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യങ്ങളിലൊന്നാണ് ഈ ക്ഷമ എന്ന് പറയുന്നൊരു കാര്യം. അത് നമ്മൾ കൊടുക്കുകയും വാങ്ങുകയും നമ്മൾ ചെയ്യണം. അത് പലപ്പോഴും നമ്മൾ ക്ഷമ ചോദിക്കണം, ക്ഷമ നമ്മൾ കൊടുക്കണം. വാക്കുകൾ കൊണ്ട് പോരാ, പ്രവൃത്തികൾ കൊണ്ട് പോരാ, നമ്മ ഓർമ്മയിലും നല്ല പ്രവൃത്തികൾ കൊണ്ട് അത് സൗഖ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ പതുക്കെ പരിശ്രമിക്കണം. സ്നേഹം പറഞ്ഞവരെ, പണ്ട് കേട്ട ഒരു തത്വചിന്ത ഇങ്ങനെയാണ്: നിങ്ങൾക്കുണ്ടാകുന്ന മുറിപ്പാടുകൾ നിങ്ങൾ മണലിൽ എഴുതണം. മണലിൽ അത് കാറ്റുകൊണ്ടും തിരകൾ കൊണ്ടും പതുക്കെ മാഞ്ഞു പോകും. നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ, വിജയത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ പാറപ്പുറത്ത് എഴുതണം. സ്നേഹം പറഞ്ഞ, നിങ്ങൾ കുടുംബജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കുണ്ടാകുന്ന മുറിപ്പാടുകളും വേദനകളും ഒറ്റപ്പെടുകളും എല്ലാം നമ്മൾ പാറപ്പുറത്ത് എഴുതുകയും സന്തോഷത്തിൻ്റെ അനുഭവം നമ്മൾ മണൽപ്പുറത്ത് എഴുതുകയും ചെയ്യുന്നത്. അതങ്ങനെയല്ല. അതിങ്ങനെ ചെയ്യാതെ തിരിച്ച് ചെയ്യുകയാണെങ്കിൽ എന്നും നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തേക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ സന്തോഷത്തിന് അനുഭവങ്ങൾ എന്നും ഉണ്ടാകും. ഹല്ലേലൂയ. ഈശോ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന കാര്യമാണ് നമ്മൾ ക്ഷമിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. വീണ്ടും ലേഖനം നമ്മളോട് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ്: കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. നമ്മളും പറയണം, എനിക്കും കുറവുണ്ട് എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ ജീവിത പങ്കാളി എന്നോട് ക്ഷമിക്കും, അതുകൊണ്ട് ഞാനും അദ്ദേഹത്തിൻ്റെ ചില കുറവുകൾ എങ്ങനെ ഞങ്ങൾ ക്ഷമിച്ചു വിടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടി കുടുംബജീവിതത്തിൽ ക്ഷമയുള്ള മനുഷ്യരാകാൻ വേണ്ടി പരിശ്രമിക്കാം. ഇടയ്ക്കൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ചോദിക്കണം, ഞാൻ നിന്നോട് ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയണം. അല്ലെങ്കിൽ ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ നിനക്ക് വിഷമമായില്ലേ, നിനക്ക് മുറിപ്പാടായില്ലേ, നിന്നോട് ക്ഷമിക്കില്ലേ? ക്ഷമ ചോദിക്കാനുള്ള ഒരു മനസ്സും കൂടി നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ കാണിക്കാനായിട്ട് പരിശ്രമിക്കുക. ഈശോ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായ മുറിപ്പാടുകൾ, ക്ഷമയില്ലാത്ത അനുഭവങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത മാനസിക സംഘർഷങ്ങളെല്ലാം ഈശോ മിശിഹ സൗഖ്യപ്പെടുത്തട്ടെ. നമ്മുടെ ഈശോ മിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.